അനുപാതം ശ്രദ്ധിച്ച് വളരെ ചെറിയ ബ്രഷ് സ്ട്രോക്കിലൂടെയാണ് നമ്മൾ ആളുകളുടെ രൂപങ്ങൾ, പക്ഷെ നമ്മൾ ആദ്യമേ ഉദ്ദേശിച്ച് ലൈറ്റ് പോർഷൻ ലീവ് ചെയ്യുന്നതിൻ്റെ ഒരു ഇഫക്റ്റ് റീവർക്ക് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് കിട്ടില്ല. ഇന്നത്തെ വാട്ടർ കളർ പെയിൻറ്റിങ് ഡെമോൺസ്ട്രേഷൻ ഒരു സീസ്കേപ്പാണ്. ഹാൻഡ് മെയ്ഡ് പേപ്പറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നാച്ചുറൽ ഹെയർ ബ്രഷ്, ക്യാമലിൻ്റെ വാട്ടർ കളർ പെയിൻറ്റ്. കേരളത്തിലൂടെ തന്നെയുള്ള യാത്രയുടെ ഇടയിൽ എടുത്തിട്ടുള്ള ഒരു സീസ്കേപ്പിൻ്റെ ഫോട്ടോ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പശ്ചാത്തലത്തിലെ കളറുകളിൽ നമ്മുടെ ഒരു സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. സ്കൈയുടെ ഭാഗം ഒക്കെയാണ് ആദ്യം നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓറഞ്ചും ബ്ലൂവും ആണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അല്പം റെഡ് കൂടി എടുക്കുന്നുണ്ട്. ഈ പെയിൻറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരല്പം ദൂരെയായിട്ട് കാണുന്ന പാറക്കെട്ടുകളാണ്. ഈ പാറക്കെട്ടുകളിൽ കുറച്ച് ആളുകൾ നിൽക്കുന്നത് കൂടി നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഏറ്റവും മുൻഭാഗത്തായി കാണുന്നത് തീരമാണ്. തിരമാല വന്ന് തീരത്തിനോട് ചേരുന്ന ഈ ഭാഗം മുഴുവനായിട്ടും നമ്മൾ പേപ്പർ വൈറ്റ് തന്നെയാണ് നിലനിർത്തുന്നത്. ബാക്കി വെള്ളത്തിൻ്റെ ഭാഗം മാത്രമാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ കരയുടെ ഭാഗം ആണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഒരല്പം ലൈറ്റ് ആൻഡ് ഷെയ്ഡ് വാസ്തവത്തിൽ അവിടെ ഉണ്ട്. അപ്പോൾ പ്രകാശത്തിൻ്റെ ഒരു വിന്യാസത്തിനെ കുറിച്ചുള്ള ഒരു ധാരണ നിലനിർത്തിയിട്ട് ആണ് നമ്മൾ ബാക്കി ഭാഗം പെയിൻറ്റ് ചെയ്ത് പോകുന്നത്. ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് കരുതുന്നത്. തെങ്ങിൻ്റെ മരങ്ങളുടെ ഒരു ഷെയ്ഡ് വരുന്നത് വെറ്റ് രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ടിലേക്ക് എത്തിയിട്ടില്ല. ഏതായാലും മൊത്തം പെയിൻറ്റിങ് നമുക്ക് എങ്ങനെ വരുമെന്ന് നോക്കാം. റോക്കിൻ്റെ ഒരു ഭാഗം കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. എല്ലാം അതുപോലെ തന്നെ ബേൺഡ് സിയന്ന ഒരല്പം അധികമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം ബ്ലൂ മിക്സ് ചെയ്ത് ഡാർക്കാക്കി ഒരേ സമയം തന്നെ ഷെയ്ഡ് കൊടുത്തിട്ട് കൂടിയാണ് നമ്മൾ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. റോക്കിൻ്റെ ഈ ഭാഗങ്ങൾ വരച്ചതിന് ശേഷം അതിനോട് ചേർന്നുകൊണ്ട് ധാരാളം തെങ്ങുകൾ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തെങ്ങുകൾ അതുപോലെ തന്നെ അതിനിടയിലായിട്ട് കുറേ ആൾരൂപങ്ങളുമാണ് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരല്പം വെജിറ്റേഷൻ കൂടി അതിനോട് ചേർത്ത് ചെയ്യുന്നുണ്ട്. തെങ്ങ് ചെയ്യുന്ന സമയത്ത് സാപ്പ് ഗ്രീൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ യെല്ലോ കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ ബ്രഷ് സ്ട്രോക്കിൽ തന്നെ തെങ്ങിൻ്റെ ഇലകൾ വരയ്ക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തു പോകുന്നത്. ബേൺ സിയന്ന കൂടി ഉപയോഗിച്ച് ഷെയ്ഡും അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഇലകളൊന്നും ചെയ്യുന്നില്ല. കഴിവതും ഒരൊറ്റ ബ്രഷ് സ്ട്രോക്കിൽ തന്നെ ബ്രാഞ്ചസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ഓവറാൾ ഇഫക്റ്റ് നമുക്ക് കിട്ടുക എന്നുള്ളത് മാത്രമേ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. തെങ്ങിൻ്റെ ഈ ഭാഗങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ സാധിക്കും. അത് നിങ്ങളെ ബ്രഷ് വർക്ക്, കളർ പാറ്റേൺ ഉപയോഗിക്കുന്നത് എന്ന് തുടങ്ങി പല കാര്യങ്ങളെ ആശ്രയിച്ചായിരിക്കും അതിൻ്റെ അന്തിമമായിട്ടുള്ള റിസൾട്ട് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ തെങ്ങിൻ്റെ തടിയുടെ ഭാഗം ഇവിടെ ഞാൻ പോയിൻ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. തടികൾ ചെയ്യുമ്പോൾ ഒരേ നിറത്തിൽ തന്നെ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡാർക്ക് കളർ, ലൈറ്റ് കളർ, റെഡിഷ്, ബ്ലൂയിഷ് ആയിട്ടുള്ള
പല നിറങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്കതിൻ്റെ തടിയുടെ ഭാഗം ചെയ്യാം. മുൻഭാഗത്ത് അല്പം ഡീറ്റെയിൽസൊക്കെ നമ്മൾ വരച്ച് ചേർക്കാനാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത്. ശേഷം നമ്മളിവിടെ ആൾരൂപങ്ങൾ വരച്ച് ചേർക്കുകയാണ്. വളരെ ദൂരെ ആയതുകൊണ്ട് അനുപാതം ശ്രദ്ധിച്ച് വളരെ ചെറിയ ബ്രഷ് സ്ട്രോക്കിലൂടെയാണ് നമ്മൾ ആളുകളുടെ രൂപങ്ങൾ വരച്ച് ചേർക്കുന്നത്. ഇത് മുമ്പും പല വീഡിയോയിലും ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ചെറിയ സിന്തറ്റിക് ബ്രഷാണ് അതിനായിട്ട് ഉപയോഗിക്കുന്നത്. എല്ലാ പെയിൻറ്റിങ്ങും നമ്മൾ വിചാരിച്ച പോലെ കിട്ടിക്കൊള്ളണമെന്നില്ല. ഞാനിവിടെ ഉദ്ദേശിച്ച ലൈറ്റ് ആൻഡ് ഷെയ്ഡ് അത്ര ഭംഗിയായിട്ടില്ല. കുറച്ചുകൂടി ഭംഗിയാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ് ഏരിയ കുറച്ചും കൂടി കോൺട്രാസ്റ്റായിട്ട് വരുന്ന രീതിയിൽ ഉണങ്ങിയതിന് ശേഷം ഈ ഷെയ്ഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം ഇത് എന്ത് വെച്ചാൽ വെറ്റ് ആൻഡ് വെറ്റിൽ ഷെയ്ഡ് ഇട്ടു, അത് കൂടിയിട്ട് ഇത് കളറ് ഡെപ്ത് കൂടി, അതാണ് ഈ ഒരു കോൺട്രാസ്റ്റിനെ നമുക്കിവിടെ പിക്ക് ചെയ്യാൻ കഴിയാത്തത്. അപ്പോൾ എല്ലാ വർക്കും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അടുത്ത പ്രാവശ്യം ചെയ്യണമെങ്കിൽ നമുക്കിത് ശരിയാക്കി എടുക്കാൻ സാധിക്കും. നമ്മൾ മാസ്റ്റേഴ്സിൻ്റെ പെയിൻറ്റിങ് പോലെ ഒരു റിപ്പീറ്റഡ്ലി അറ്റംപ്റ്റ് ചെയ്ത് ഏറ്റവും നല്ലൊരു ഔട്ട്പുട്ടാണ് എടുക്കുക. അപ്പോൾ സാധാരണ ആർട്ടിസ്റ്റുകൾ അതുപോലെ 3-4 വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ അതിൽ 1-2 ഭാഗ്യത്തിന് നന്നായി വരികയാണ് ചെയ്യുക. തിരയുടെ ഈ ഭാഗങ്ങളിലൊക്കെ കുറച്ച് ഡീറ്റെയിൽസ് ആവശ്യമുണ്ട്. കാരണം സ്കൈയുടെ അതേ നിറത്തിൽ തന്നെയാണ് സമുദ്രവും കിടക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് വ്യത്യാസപ്പെടുത്തി അറിയുന്നതിന് വേണ്ടി ഞാൻ കളറൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. തിരമാലകൾ ചെറിയ രീതിയിൽ കുറച്ചുകൂടി ഗ്രീനിഷ് കളറ് കൂടി ചേർത്തുകൊണ്ട് ഈ ഒരു ഭാഗം പെയിൻറ്റ് ചെയ്യാം. ഇവിടെ ഒരല്പം ഉയരത്തിൽ തിരമാല മറിയുന്നതിനായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു ഇഫക്റ്റാണ് കിട്ടേണ്ടത്. നമ്മൾ ഈ പെയിൻറ്റിങ്ങിൽ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഉദ്ദേശിച്ച പോലെ ആയില്ല എന്ന് പറഞ്ഞു. കുറച്ചുകൂടി ലൈറ്റ് പോർഷൻ നമുക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് കുറച്ച് പെയിൻറ്റിനെ പിക്ക് ചെയ്യുകയാണ്. കുറച്ചുകൂടി പ്രകാശം അവിടെ കിട്ടുന്ന രീതിയിലാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആദ്യമേ ഉദ്ദേശിച്ച് ലൈറ്റ് പോർഷൻ ലീവ് ചെയ്യുന്നതിൻ്റെ ഒരു ഇഫക്റ്റ് റീവർക്ക് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് കിട്ടില്ല. അത് വാട്ടർ കളറിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ പ്രീ പ്ലാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരത്തിൽ നമുക്ക് ചെറിയ പാളിച്ചകൾ സംഭവിക്കുമ്പോൾ അതുകൂടി റെക്ടിഫൈ ചെയ്ത് അടുത്ത പെയിൻറ്റിങ്ങിൽ പരിഹരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം.